മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൂന്നാം അംഗത്തിലും LDFനെ നയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. തുടർച്ചയായി 2 തവണ MLA ആയവരെ മാറ്റി നിർത്തുമെന്ന നിലപാടിൽ CPM വെള്ളം ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ജനപ്രിയ നേതാവ് KK ശൈലജയുടെ കാര്യമോ? ഒരു സംശയവും വേണ്ട, ശൈലജ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങും. പിണറായിയോടുള്ള ഭക്തിയൊന്നും ശൈലജയോടില്ല. എന്നാൽ ചില പ്രമുഖരെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ലെന്ന തിരിച്ചറിവിൽ CPM ശൈലജയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് നോക്കേണ്ടതുണ്ട്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് 2026 കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു. UDFന് മുന്നിൽ വീഴാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ശൈലജയ്ക്ക് അവസരം നൽകി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതുണ്ടെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. എന്നാൽ CPM ചരിത്രം അറിയാവുന്നവർ ശൈലജയ്ക്ക് 1% സാധ്യത പോലും കൽപ്പിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞവർക്കും 2 വട്ടം തുടർച്ചയായി MLA ആയവരെയും മാറ്റുമെന്ന ചട്ടം കർശനമായി നടപ്പിലാക്കുമെന്ന് അറിയിച്ച CPM ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ പിണറായി വിജയന് വീണ്ടും ഇളവ് നൽകുമെന്നാണ്. സമത്വം വേണമെന്നും സ്ത്രീ പുരുഷ വ്യത്യാസം ആവശ്യമില്ലെന്നും പറയുന്ന CPM പിന്നെ പിണറായി വിജയന് നൽകുന്ന പരിഗണന എന്തുകൊണ്ട് ശൈലജയ്ക്ക് നൽകുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 2016 മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശൈലജയെ അടുത്ത LDF സർക്കാരിലെ മന്ത്രിസഭയിൽ നിന്ന് CPM ഒഴിവാക്കിയപ്പോൾ പറഞ്ഞ ന്യായം തുടർച്ചയായി 2 വട്ടം ആരെയും മന്ത്രിയാക്കില്ല എന്നാണ്. അതേ CPM 2ാം വട്ടം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി ശൈലജയെ ചതിക്കുകയായിരുന്നു. 2 വട്ടം തുടർച്ചയായി MLA ആയവരെ ഒഴിവാക്കുമ്പോൾ ശൈലജയ്ക്ക് ഇക്കുറി അവസരമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അവിടെയും പിണറായി വിജയന് CPM ഇളവ് നൽകുന്നത് വഴി അവർ എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്? വടകരയിൽ നിന്ന് MP ആയി ശൈലജയെ ഡൽഹിക്ക് കടത്തി വിവാദം ഒഴിവാക്കാനുള്ള നീക്കം പക്ഷേ ഷാഫി പറമ്പലിന് മുന്നിൽ തകർന്നടിഞ്ഞു. ശൈലജ MLA ആയി കേരളത്തിൽ തന്നെ തുടരുകയും ചെയ്തു. ഇനി രാജ്യസഭ വഴി ശൈലജയെ CPM നാടുകടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വനിതാ നേതാക്കൾ എന്താണ് CPMന്റെ മറ്റു നേതാക്കളുടെ മുകളിലേക്ക് വളരാത്തത്? അല്ലെങ്കിൽ അവരെ എന്താണ് CPM വളരാൻ സമ്മതിക്കാത്തത്? 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ കേരളം ഒട്ടാകെ അലയടിക്കുകയും ചുവരുകളിൽ നിറയുകയും ചെയ്തൊരു മുദ്രാവാക്യമുണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നതായിരുന്നു ആ വാക്യം. ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയും എന്ന EMSന്റെ പ്രസിദ്ധമായ പ്രസ്താവനയുടെയും ധീരതയുടെ പ്രതീകമായ KR ഗൗരിയമ്മയുടെ ജനപ്രീതിയുടെയും ബലത്തിൽ ഗൗരിയമ്മയെ മുൻനിർത്തി നടത്തിയ പ്രചാരണം വിജയം കണ്ടു. ഇടതുപക്ഷം ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തി. പക്ഷേ നേതാവിനെ തിരഞ്ഞെടുക്കാൻ CPM നിയമസഭാ കക്ഷി യോഗം ചേർന്നപ്പോൾ കേരള നാടിന്റെ ഭരണസാരഥ്യം ഗൗരിയമ്മയ്ക്ക് നിഷേധിക്കപ്പെട്ടു. അരൂരിൽ നിന്ന് വിജയിച്ച ഗൗരിയമ്മയെ അരികിലേക്ക് മാറ്റി തൃക്കരിപ്പൂരിൽ നിന്ന് വിജയിച്ച EK നയനാർ മുഖ്യമന്ത്രിയായി. വ്യവസായ മന്ത്രി എന്ന പദവി കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നു അന്ന് ഗൗരിയമ്മയുടെ വിധി. EMSന്റെ നമ്പൂതിരി മേധാവിത്വമാണ് ഈഴവ സമുദായക്കാരിയായ തന്റെ മുഖ്യമന്ത്രി സാധ്യത തട്ടിക്കളഞ്ഞതെന്ന് മരണം വരെ ഗൗരിയമ്മ വിശ്വസിച്ചു. 87 നീതി നിഷേധിക്കപ്പെട്ടതിന്റെ ചൊരുക്കുകൂടി തീർക്കാനാണ് ഗൗരിയമ്മ പിന്നീട് പാർട്ടിയിലെ അച്ചടക്കമില്ലാത്ത പ്രവർത്തകയായി മാറി നടപടി ഏറ്റുവാങ്ങിയതും JSS എന്നൊരു പാർട്ടി രൂപീകരിച്ച് വെല്ലുവിളിച്ചതും എന്നും കാണാം. അവസാന നാളുകളിൽ വീണ്ടും സഹയാത്രികയായെങ്കിലും CPMലെ പുരുഷ മേധാവിത്വ ചട്ടക്കൂടിനുള്ളിൽ അവർക്ക് ഒരിക്കലും ആഗ്രഹിച്ച പരിഗണന ലഭിച്ചില്ല. ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രി കസേര നിഷേധിച്ചതിന്റെ പേരിൽ 87 മുതൽ പഴി കേൾക്കാൻ തുടങ്ങിയ CPMന് 96 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പേരുദോഷം മാറ്റാനൊരു അവസരം ഒരുങ്ങിയതാണ്. VS അച്യുതാനന്ദനെ മുൻനിർത്തിയായിരുന്നു അത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണം. EK നയനാർ മത്സരിച്ചുമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്യുതാനന്ദൻ 1965 വോട്ടിന് മാരാരിക്കുളത്ത് പരാജയപ്പെട്ടു. LDFന് ഭൂരിപക്ഷം ലഭിക്കുകയും അച്യുതാനന്ദൻ തെരഞ്ഞെടുക്കപ്പെടാതെ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും കണ്ണുകൾ തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിലേക്ക് തിരിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, എക്കാലത്തെ മികച്ച കമ്മ്യൂണിസ്റ്റുകാരനായി അറിയപ്പെടുന്ന AK ഗോപാലന്റെ ഭാര്യ സുശീല ഗോപാലനായിരുന്നു. മുമ്പ് 3 തവണ തെരഞ്ഞെടുപ്പ് വിജയിച്ച് ലോക്സഭാംഗമായിട്ടുള്ള സുശീല മുഖ്യമന്ത്രിയായി എന്ന് തന്നെ എല്ലാവരും കരുതി. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത EK നയനാരെ മുഖ്യമന്ത്രിയാക്കാനാണ് തീരുമാനമുണ്ടായത്. സെക്രട്ടേറിയറ്റിൽ വോട്ടെടുപ്പുണ്ടായെങ്കിലും ഒരു വോട്ടിന് നയനാർക്ക് ഭരണസാരഥ്യം ലഭിച്ചു. സുശീലയെ വെട്ടാൻ അന്ന് മുൻകൈയെടുത്തത് ആലപ്പുഴ ജില്ലാക്കാരൻ തന്നെയായ VS ആണ് എന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം നയനാർ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തി. CPMന്റെ വനിതകളെ ഒതുക്കൽ തന്ത്രത്തിലെ 2ാമത്തെ ഇരയും മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായി അരികുവൽക്കരിക്കപ്പെട്ടു. 1ാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ KK ശൈലജയിലും കേരളം ഭാവി മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചതാണ്. അതാണ് വീണ്ടും ഇവിടെ കരിഞ്ഞുണങ്ങി വീഴുന്നത്.